ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 5:30. ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇരിക്കുന്നതിൻ്റെ ചെറിയൊരു ഹാങ് ഓവറിലാണ്. യുവിക്കുട്ടൻ തോണ്ട് ബാക്ക് സീറ്റിലിരുന്ന് കരയുന്നുണ്ട്. അവനെയും ഉറക്കത്തിൽ നിന്ന് കുത്തി എണീപ്പിച്ചതാണല്ല. അപ്പോൾ ഞാൻ ആഫ്റ്റർ 2 years 2 വർഷത്തിന് ശേഷം എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. ഞാനും യുവിക്കുട്ടനും പിന്നെ എൻ്റെ കുടിക്കയുടെ പാരൻസും ഉണ്ട്. ഇക്ക വരുന്നില്ല, സീറ്റ് വിളിച്ചിട്ടില്ലല്ലേ. എല്ലാവരും ആദ്യമായിട്ട് നാട്ടിൽ കാണാൻ പോവാണ്. യുവിക്കുട്ടൻ ആദ്യമായിട്ട് യുവിക്കുട്ടൻ്റെ വാപ്പിയുടെ നാട്ടിൽ പോവാണ്. യുവിക്കുട്ടൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. യുവിക്കുട്ടൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. യാത്രയാണ്. അതെ, ഒരു സന്തോഷമുണ്ട്, അതേസമയം വിഷമമുണ്ട്. കാര്യം ഇക്ക ഞങ്ങളിവിടെ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ വിഷമവും ഉണ്ട്, പോകുന്നതിൻ്റെ സന്തോഷവും ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇമോഷനാണിപ്പോൾ. അപ്പോൾ ഞങ്ങളിപ്പം എയർപോർട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ അജ്മിയുടെ വണ്ടിയിൽ ഉമ്മയും വാപ്പയും വരുന്നുണ്ട്. ടെർമിനൽ ഡ്രോപ്പ് ഓഫ് ഒരു നല്ല തണുപ്പുണ്ടല്ലേ. യുവിക്കുട്ടാ കാണിക്കുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ചെക്കിനെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി ഫ്ലൈറ്റിലേക്ക് കയറിയതാണ്. റെസ്റ്റ് എടുക്കാൻ പോവാണ്. മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. ഇപ്പോൾ കയറി ഇരുന്ന ഉടനെ എല്ലാവരും ഫ്ലാറ്റായി. യുവിക്കുട്ടനും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അവന് ഫസ്റ്റ് ഫീഡ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഉറങ്ങി. പിന്നെ അധിക നേരം അവനങ്ങനെ ഉണർന്നിരുന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫ്ലൈറ്റിനകത്ത് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം TV ഷോസും അതേപോലെ കുറച്ച് മൂവീസും ഒക്കെ കണ്ടിരുന്ന് ബോറടിച്ചപ്പം ഞാനും ഉറങ്ങി എണീറ്റപ്പോൾ അവർ ഫുഡ് കൊണ്ടു തന്നു.
ചിക്കൻ റൈസ് ആയിരുന്നു മെയിൻ ഡിഷ്. പിന്നെ കൂടെ കോണും ഒരു ഡെസേർട്ടും ആപ്പിൾ ജ്യൂസും ബന്നും ഒരു സ്നാക്കും ഉണ്ടായിരുന്നു. അപ്പോഴും യുവിക്കുട്ടന് ഉറക്കമായിരുന്നു, അതുകൊണ്ട് ഫുഡ് നന്നായിട്ട് കഴിക്കാൻ പറ്റി. ഉണർന്നു കഴിഞ്ഞിട്ടും അവൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അവൻ അവിടെ നിന്ന് ഫുൾ എൻജോയ് മൂഡായിരുന്നു. എല്ലാവരെയും നോക്കി ചിരിക്കുന്നു, ടാറ്റ പറയുന്നു, ഹൈഫൈ കൊടുക്കുന്നു. അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു ബഹ്റൈൻ വരെയുള്ള ഫ്ലൈറ്റിൽ. പക്ഷെ ബഹ്റൈനിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറിയപ്പം അവന് ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര നിർബന്ധം ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കൂടെ പേരൻസും കൂടി ഉണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരുന്നു. ഒറ്റയ്ക്കായിരുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്ന് ഉറപ്പായിരുന്നു, കുഞ്ഞിനെയും കൊണ്ട്, അതും ഫസ്റ്റ് ടൈം ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പോൾ പേരൻസ് ഉണ്ടായത് വലിയൊരു സഹായമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുഞ്ഞിന് ഞാൻ ഇതുവരെ ഒരു തരത്തിലുള്ള പാക്കറ്റ് ഫുഡും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇതിപ്പോൾ ലോങ് ഫ്ലൈറ്റ് ആണല്ലോ, അപ്പം അവൻ പാല് മാത്രം കുടിച്ച് ഓക്കെ ആവുന്നില്ലെങ്കിൽ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ 2 പാക്കറ്റ് വാങ്ങിയതാണ്. ഒന്ന് ഈ വെജിറ്റബിളിൻ്റെയും പിന്നെ ഒന്നൊരു യോഗേർട്ടിൻ്റെയും ആയിരുന്നു. പക്ഷേ ഈ 2 ഫ്ലേവേഴ്സും അവൻ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല, അവൻ കഴിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല. അല്ലാതെ പൊതുവേ നമ്മൾ പുറത്ത് പോകുമ്പം അവന് ഫുഡ് ഞാൻ വീട്ടിൽ പ്രിപ്പയർ ആക്കിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അത്രയും നേരം അതിരിക്കില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പാക്കറ്റ് ഫുഡ് വാങ്ങിയത്. പക്ഷേ ആൾ കഴിച്ചില്ല, ഞാൻ വെറുതെ അത് വാങ്ങിച്ചു. പിന്നെ ഞാനൊട്ടും നിർബന്ധിക്കാനും പോയില്ല. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ദാണ്ടെ ബഹ്റൈൻ എയർപോർട്ടിൽ എത്തിയേക്കുവാണ്. യുവിക്കുട്ടൻ ഭയങ്കര കരഞ്ഞ് പ്രശ്നക്കാരനാണ് അല്ലേ. ഞങ്ങൾ വിചാരിച്ച് കുഞ്ഞിൻ്റെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ക്ലീൻ ആക്കിയിരിക്കാമെന്ന്. ഇനി ഇവിടുന്ന് 2 hours ലേ ഓവർ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത ഫ്ലൈറ്റ്. ഹലോ ഗൈസ് പറ, എന്നോട് സംസാരിക്കാതെ. ഫ്ലൈറ്റിലിരുന്ന ആൾ ഭയങ്കര ചട്ടമ്പിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറേ നേരം ഉറങ്ങി, പിന്നെ കുറേ നേരം ഭയങ്കര ചട്ടമ്പിയായിരുന്നു. പിന്നെ കാണുന്ന എല്ലാവരെയും നോക്കി ചിരിക്കുമായിരുന്നു. അല്ലേടാ കള്ള. അങ്ങനെ 2 hour ലേ ഓവറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. അതിന് മുന്നായിട്ട് തന്നെ ഞാൻ അവനെ നന്നായിട്ട് ഫീഡ് ചെയ്തു, കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് ഡയപ്പറും ചേഞ്ച് ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ചെല്ലുമ്പം എൻ്റെ പേരൻസാണ് കേട്ടോ ഞങ്ങളെ വിളിക്കാനായിട്ട് അവിടെ വരുന്നത്. എൻ്റെ ഫാദർ യുവിക്കുട്ടനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലുമാണ് ഞാൻ. അവനും എൻ്റെ കുഞ്ഞല്ലേ, ഇതൊന്നും അറിയില്ലല്ലോ ആരാ എന്താ ഒന്നും. അവനവിടെ ചെന്നിട്ട് പോകുമെന്ന് വരെ എനിക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുതിയ സ്ഥലം, പുതിയ ആളുകളെ കാണുമ്പോൾ ഇപ്പം നാട്ടിലും എല്ലാവരും അവനെ ഭയങ്കര സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. നമ്മൾ നാട്ടിൽ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തി ലാൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.